ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ശിലകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. ശിലകൾ നമ്മളുടെ 10th പ്രിലിംസിനായാലും +2 മെയിൻസിനായാലും വേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ശിലകൾ. ശിലകൾ അഥവാ പാറകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പോയിന്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് ശിലകൾ എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു. ശിലകൾ നിർമ്മിച്ചിരിക്കുന്നത് ധാതുക്കൾ കൊണ്ടാണ്. ശിലകൾ നിർമ്മിച്ചിരിക്കുന്നത് ധാതുക്കൾ കൊണ്ടാണ്. ധാതുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ശിലകൾ. ശിലകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ധാതുക്കളാണ്. അതായത് ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണ് സിലിക്ക, അബ്രം, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ് തുടങ്ങിയ ധാതുക്കളാൽ നിർമ്മിതമായതാണ് ശിലകൾ എന്ന് പറയുന്നത്. ഇനി ഈ ശിലകൾ പ്രധാനമായിട്ട് 3 തരമാണുള്ളത്. ശിലകൾ പ്രധാനമായി 3 തരത്തിലാണുള്ളത്, അല്ലെങ്കിൽ 3 വിധത്തിലാണ് ശിലകൾ പ്രധാനമായിട്ടുള്ളത്. അതിലെ ഒന്നാണ് ആഗ്നേയശില. ആഗ്നേയശില. രണ്ടാമത്തേതാണ് അവസാദ ശിലകൾ. അവസാദ ശില. മൂന്നാമത്തേതാണ് കായാന്തരിക ശില. കായാന്തരിത ശില. അപ്പോൾ നമുക്ക് നോക്കാം. ധാതുക്കളാൽ നിർമ്മിതമാണ് ശിലകൾ എന്ന് പറയുന്നത്. ശിലകൾ 3 തരമുണ്ട്. ആഗ്നേയശില, അവസാദശില, കായാന്തരശില എന്നിങ്ങനെ 3 എണ്ണം. അപ്പം ഇനി നമുക്ക് ഫസ്റ്റത്തെ ശിലയായ ആഗ്നേയശിലയെ കുറിച്ചിട്ട് പഠിക്കാം. ഫസ്റ്റത്തെയാണ് ആഗ്നേയശില. ആഗ്നേയശില ഭൂവൽക്കത്തിലെ വിടവുകളിൽ നിന്നും ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ എന്നറിയപ്പെടുന്നത്. ആഗ്നേയശിലകൾ എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ എന്ന് പറയുന്നത്. ഈ ആഗ്നേയശില അറിയപ്പെടുന്ന കുറെ പേരുകളുണ്ട്. ഒന്നാമത്തെയാണ് പ്രാഥമിക ശില. പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ്. അതുപോലെ തന്നെ പിതൃശില എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ശിലകളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് നമ്മളുടെ ആഗ്നേയശില തന്നെയാണ്. അപ്പോൾ ആഗ്നേയശില അറിയപ്പെടുന്നതാണ് പ്രാഥമിക ശില, പിതൃശില, അതേപോലെ ശിലകളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നതാണ് ആഗ്നേയശില. ഇനി ആഗ്നേയശിലകൾ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ, അതായത് പ്രാഥമിക ശില എന്നറിയപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, മറ്റെല്ലാ ശിലകളും ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതുകൊണ്ടാണ്. അതായത് ആഗ്നേയശിലകളിൽ നിന്ന് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ ശിലകളും രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഗ്നേയശില അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് അഗ്നിപർവ്വതജന്യ ശിലകൾ. അതായത് നമ്മൾ ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഉരുകിയ അഗ്നിപർവ്വതത്തിൽ നിന്നൊക്കെ വരുന്ന ലാവ പോലെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അഗ്നിപർവ്വത ജന്യ ശിലകൾ എന്നറിയപ്പെടുന്നതും ആഗ്നേയശിലകളാണ്. അതേപോലെ ആഗ്നേയശിലകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഫോസിലുകളില്ലാത്ത ശിലയാണ് ആഗ്നേയശില. അപ്പോൾ ആഗ്നേയശിലകളുടെ പ്രത്യേകത എന്താണ്? അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഫോസിലുകളില്ലാത്ത ശിലയാണ് ആഗ്നേയശില. അതുപോലെ തന്നെ ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ആഗ്നേയശില എന്ന് പറയുന്നത്. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ആഗ്നേയശില എന്ന് പറയുന്നത്. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ആഗ്നേയശില. അതുപോലെ തന്നെ മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ്. തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ് ആഗ്നേയശില. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇതിനുള്ള ഉദാഹരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഴിഞ്ഞ PSCയിൽ ചോദിച്ച ചോദ്യമാണ്. അത് +2 മെയിൻസിന് ചോദിച്ചതാണ്, പ്രിലിംസിനും ചോദിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ആഗ്നേയശിലകളുടെ ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒന്നാമത്തെ ബസാൾട്ട്.
രണ്ടാമത്തെ ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ്. ഒന്നാമത്തെ ബസാൾട്ട്, 2 ഗ്രാനൈറ്റ്, പിന്നെ ഡോളോമൈറ്റ്. ഡോളോമൈറ്റ്. മൂന്നാമതായിട്ടുള്ളത് ബാത്തോലിറ്റ്സ്. ബാത്തോലിറ്റ്സ്. പിന്നെ ഉള്ളത് ലാക്കോലിറ്റ്സ്. ലാക്കോലിറ്റ്സ്. പിന്നുള്ളത് സിൽസ്. സിൽസ്. അടുത്തതാണ് ഡൈക്സ്. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഇതിലേതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നതെന്നാണ് PSC ചോദിക്കുക. അപ്പൊ ആഗ്നേയശിലകളുടെ ഉദാഹരണം കൃത്യമായിട്ട് പഠിക്കുക. ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളോമൈറ്റ്, ബാത്തോലിറ്റ്സ്, ലാക്കോലിറ്റ്സ്, സിൽസ്, ഡൈക്സ് തുടങ്ങിയവയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ 7 ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളോമൈറ്റ്, ബാത്തോലിറ്റ്സ്, ലോക്കോലിറ്റ്സ്, സിൽസ്, ഡൈക്സ്, ഇങ്ങനെ തുടങ്ങിയ 7 പ്രധാനമായിട്ടും ഇതിൽ ഉദാഹരണമായിട്ട് വരുന്നത്. ഇനി ഈ ആഗ്നേയശിലകളെ തന്നെ 2 തരംതിരിച്ചിട്ടുണ്ട്. ബാഹ്യജാത ശിലകളെന്നും ബാഹ്യജാത ശില എന്നും അതുപോലെ തന്നെ അന്തർവേദശില എന്നും 2 തരംതിരിച്ചിട്ടുണ്ട്. ഈ ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണമാണ് നമ്മളുടെ ബസാൾട്ട് എന്ന് പറയുന്നത്. ബാഹ്യജാത ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. അതായത് ഈ ബാഹ്യജാത ശില എന്താണെന്ന് ചോദിച്ചാൽ ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായി ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയെയാണ് നമ്മൾ സാധാരണമായിട്ട് ബാഹ്യജാത ശില എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ബസാൾട്ട് കാണപ്പെടുന്ന മേഖല എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിൽ പ്രധാനമായും ബസാൾട്ട് കാണപ്പെടുന്നത് ഡെക്കാൻ ട്രാപ്പ് മേഖലയിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളിലുമാണ്. ബസാൾട്ട് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ഡെക്കാൻ ട്രാപ്പ് മേഖലയിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളിലുമാണ്. അതുപോലെ തന്നെ അന്തർവേദശില എന്താണെന്ന് ചോദിച്ചാൽ ഭൂമിയുടെ ഉപരിതലത്തിന് അടിയിലായി മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്നത്. ബാഹ്യജാത ശില എന്താണെന്ന് വെച്ചാൽ ഉപരിതലത്തിന് മുകളിലായിട്ടാണെങ്കിൽ ഇത് ഉപരിതലത്തിന് താഴെയായിട്ട് തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ് അന്തർവേദശില. അന്തർവേദശിലയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, പാതാളശില എന്നും അതുപോലെ തന്നെ പ്ലൂട്ടോണിക് ശില എന്നും അറിയപ്പെടുന്നതാണ് അന്തർവേദ ശിലകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. ആഗ്നേയശില, പ്രാഥമിക ശില, പ്രതിശില, ശിലകളുടെ മാതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നറിയപ്പെടുന്നു. ഫോസിലുകൾ ഇല്ലാത്ത ശിലയാണ്. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമായ ശിലയാണ് ആഗ്നേയശില. മാഗ്മ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ് ആഗ്നേയശില. ആഗ്നേയശിലയ്ക്കുള്ള ഉദാഹരണങ്ങളാണ് ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളോമൈറ്റ്, ബാത്തോലിറ്റ്സ്, ലാക്കോലിറ്റ്സ്, സിൽസ്, ഡൈക്സ് തുടങ്ങിയവ. ഇനി ആഗ്നേയശില 2 ഉണ്ട്, ബാഹ്യജാത ശില എന്നും അന്തർവേദ ശില എന്നും. ഉപരിതലത്തിന് മുകളിലാണെങ്കിൽ ബാഹ്യജാത ശിലയും ഉപരിതലത്തിന് താഴെ മാഗ്മ തണുത്തുറയുകയാണെങ്കിൽ അതിനെ അന്തർവേദ ശില എന്നും അറിയപ്പെടുന്നു. ബാഹ്യജാത ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. അന്തർവേദ ശില അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പാതാളശില അല്ലെങ്കിൽ പ്ലൂട്ടോണിക് ശിലകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇനി രണ്ടാമത്തെയാണ് അവസാദശില. എന്താണ് അവസാദശില എന്ന് നോക്കാം. പ്രകൃതി ശക്തികളായ കാറ്റ്, ഒഴുകുന്ന വെള്ളം, ഹിമാനികൾ, വേലിയേറ്റം, വേലിയിറക്കം, തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലകളാണ് അവസാദശില. അതിൽ തന്നെയുണ്ട് അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലയാണ് അവസാദശില എന്ന് പറയുന്നത്. ഈ അവസാദശിലയെ പ്രധാനമായി 3 തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ ആഗ്നേയശിലയെ 2 തരംതിരിച്ചു എന്ന് പറയുന്ന പോലെ അവസാദശിലയെ 3 തരംതിരിച്ചിട്ടുണ്ട്. അതായത് ഒന്നാമത്തെയാണ് ബലകൃതമായ രൂപം. ബലകൃതമായി രൂപം കൊണ്ടവ അല്ലെങ്കിൽ യാന്ത്രികമായി. രണ്ടാമതായിട്ട് വരുന്നതാണ് ജൈവികമായി രൂപം കൊണ്ടവ. മൂന്നാമത്
രാസപ്രവർത്തന ഫലമായി രൂപം കൊണ്ടവ. ഇങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫലകൃതമായി അല്ലെങ്കിൽ യാന്ത്രികമായിട്ട്, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ജൈവികമായി രൂപം കൊണ്ടവ, മൂന്നാമതായി രാസപ്രവർത്തന ഫലമായി രൂപം കൊണ്ടവ. ഇനി ഫലകൃതമായി രൂപം കൊണ്ടതിനുള്ള ഉദാഹരണമാണ് ഫലകൃതമായി രൂപം കൊണ്ടതിനുള്ള ഉദാഹരണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. ഒന്നാമത്തെയാണ് ഷെയിൽ. ഈ ഷെയിലാണ് 21-ാം നൂറ്റാണ്ടിലെ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശിലാഫലകങ്ങൾക്കിടയിലെ വാതക സ്രോതസ്സാണ് ഷെയിൽ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം. 21-ാം നൂറ്റാണ്ടിന്റെ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശിലാഫലകങ്ങൾക്കിടയിലുള്ള വാതക സ്രോതസ്സാണ് ഷെയിൽ എന്ന് പറയുന്നത്. അതുപോലെ കളിമണ്ണ്, അതുപോലെ മണൽക്കല്ല് ഇവയാണ് ഫലകൃതമായിട്ടുള്ളതിന്റെ ഉദാഹരണം. ഇനി ജൈവികമായിട്ടുള്ളതിന്റെ ഉദാഹരണമാണ് കൽക്കരി, ചോക്ക്, അതുപോലെ ചുണ്ണാമ്പ് കല്ല്. ജൈവികമായിട്ടുള്ളതിന്റെ 3 ഉദാഹരണങ്ങളാണ് കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്. ഫലകൃതമായിട്ടുള്ളതിന്റെ ഉദാഹരണമാണ് ഷെയില്, കളിമണ്ണ്, മണൽക്കല്ല്. ഇനി അവസാനമായി രാസപരമായിട്ടുള്ളതിന്റെ ഉദാഹരണമാണ് ജിപ്സം, അതുപോലെ കല്ലുപ്പ്. ഇങ്ങനെയാണ് 3 എണ്ണത്തിനുള്ള ഉദാഹരണങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ PSC ഇങ്ങനെയല്ല ചോദിക്കാറ്. PSC 3 തരും. അതായത് ജൈവികം, രാസപരം ഇതെന്ന് പറഞ്ഞിട്ട് അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏതെന്ന് ചോദിച്ചിട്ടായിരിക്കും ചോദിക്കുക. ഈ 3 കാര്യങ്ങൾ പറഞ്ഞതും അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. അതുകൂടി ശ്രദ്ധിച്ച് പഠിക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഭാരവും കാഠിന്യവും കുറവായ ശിലയാണ് അവസാദ ശില എന്ന് പറയുന്നത്. അവസാദ ശിലയ്ക്ക് ഭാരവും കാഠിന്യവും കുറവാണ്. അതുപോലെ തന്നെ ജലകൃത ശിലകൾ എന്നും സ്തരിത ശിലകൾ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ജലകൃത ശില എന്നും അതുപോലെ തന്നെ സ്തരിത ശില എന്നും അറിയപ്പെടുന്നതാണ് അവസാദ ശില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോസിൽ ഇന്ധനങ്ങൾ കാണപ്പെടുന്ന ശിലയാണ് അവസാദ ശില. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് അവസാദ ശില. എന്നാൽ ഫോസിലുകൾ ഇല്ലാത്ത ശില PSC ചോദിക്കുകയാണെങ്കിൽ, ഫോസിലുകൾ കാണപ്പെടുന്നതാണെങ്കിൽ അവസാദമാണ്. ഫോസിലുകൾ കാണാത്ത ശില ചോദിക്കുകയാണെങ്കിൽ അത് ആഗ്നേയ ശിലയാണ്. ഫോസിലുകൾ കാണപ്പെടാത്ത ശില ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഗ്നേയ ശിലയും, ഫോസിലുകൾ കാണപ്പെടുന്ന ശില ചോദിച്ചാൽ അത് ആഗ്നേയ ശിലകളുമാണ്. ഇനി പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അവസാദ ശിലകൾക്കിടയിൽ കാണപ്പെടുന്ന പ്രാചീനകാലത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളെയാണ് ഫോസിലുകൾ എന്ന് അറിയപ്പെടുന്നത്. അതൊന്ന് വെറുതെ നോക്കി വെച്ചാൽ മതി, അല്ലാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം അവസാദ ശിലകൾ പ്രധാനമായും 3 എണ്ണമാണ്. ഫലകൃതമായി രൂപം കൊണ്ടവ, ജൈവികമായി രൂപം കൊണ്ടവ, രാസപ്രവർത്തനത്തിലൂടെ രൂപം കൊണ്ടവ. ഫലകൃതമായി രൂപം കൊണ്ടതിനുള്ള ഉദാഹരണമാണ് ഷെയില്, കളിമണ്ണ്, മണൽക്കല്ല് തുടങ്ങിയവ. ജൈവികമായി രൂപം കൊണ്ടതാണ് കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്. രാസപരമായി ജിപ്സവും കല്ലുപ്പും. അതുപോലെ തന്നെ ഭാരവും കാഠിന്യവും കുറവായ ശില ഏതാണെന്ന് ചോദിച്ചാൽ അത് അവസാദ ശിലയാണ്. ജലകൃത ശില, സ്തരിത ശില എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫോസിലുകൾ കാണപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ അവസാദ ശിലയും, ഫോസിലുകൾ കാണപ്പെടാത്ത ശില ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഗ്നേയ ശിലയുമാണ്. ഇനി നമ്മളുടെ അവസാനത്തെ ശിലയാണ് കായാന്തരിത ശില. ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. കായാന്തരിത ശില 3-ാമത്തെയാണ് കായാന്തരിത ശില. ഉയർന്ന മർദ്ദത്തിലും ഊഷ്മാവിലും ആഗ്നേയ ശിലകളുടെയോ അവസാദ ശിലകളുടെയോ അടിസ്ഥാന രൂപത്തിലും സ്വഭാവത്തിലും രാസപരമായി മാറ്റമുണ്ടായി രൂപം കൊള്ളുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഉയർന്ന മർദ്ദത്തിലും അല്ലെങ്കിൽ ഊഷ്മാവിലും ആഗ്നേയ ശിലകളുടെയോ അവസാദ ശിലകളുടെയോ അടിസ്ഥാന രൂപത്തിലും സ്വഭാവത്തിലും രാസപരമായി മാറ്റമുണ്ടായി
രൂപം കൊള്ളുന്ന ശിലകളെയാണ് കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഷോർട്ടായിട്ട് എഴുതിയതാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില ഏതാണെന്ന് ചോദിച്ചാൽ കായാന്തരിത ശിലയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കായാന്തരിക ശിലയുടെ ഉദാഹരണങ്ങളാണ് നൈസ്, അതുപോലെ തന്നെ ഷിസ്റ്റ്, മാർബിൾ, സ്ലൈറ്റ്, കോട്ട്, സൈറ്റ്, അതുപോലെ തന്നെ ഷെയില്, രത്നം, വജ്രം, മരതകം. അപ്പോൾ ഇവയാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ. ഏതൊക്കെയെന്ന് നോക്കാം. നൈസ്, ഷിസ്റ്റ്, മാർബിൾ, സ്ലൈറ്റ്, കോട്ട്, സൈറ്റ്, ഷെയില്, രത്നം, വജ്രം, മരതകം തുടങ്ങിയവയാണ് കായാന്തരിത ശിലയ്ക്കുള്ള ഉദാഹരണം. നമ്മളെ 12th ലെവൽ പ്രിലിംസിന് ഒരു ചോദ്യമുണ്ടായിരുന്നു. മാർബിൾ ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ് എന്നൊരു ചോദ്യം 12th പ്രിലിംസിനുണ്ടായിരുന്നു. ഈ 12th മെയിൻസിനും ഉണ്ടായിരുന്നു ശിലകളിൽ നിന്ന് ഒരു ചോദ്യം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ശിലകൾ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെ ശിലകളാണ് ഉദാഹരണങ്ങളായിട്ട് വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഉദാഹരണങ്ങൾ തന്നത്. കൃത്യമായിട്ട് തന്നെ പഠിക്കണം. ഇതിലുള്ള കാര്യങ്ങളെ PSC ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ 10th പ്രിലിംസിന് തയ്യാറെടുക്കുന്നവരോട് കൂടിയാണ് പറയുന്നത്, കൃത്യമായിട്ട് ഈ ക്ലാസ് കൂടി ഫോളോ ചെയ്തു പോവുക. കാരണം പ്രിലിംസിനും ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. 10th ആയാലും അതെ, +2 ആയാലും ശരി, ഡിഗ്രി ആയാലും ശരി, പ്രിലിംസിൻ്റെ എക്സാമുകൾക്ക് ശില എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.